നിസ്കരിക്കുന്നവനാവട്ടെ, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പാതിരാത്രിയല്ലോ തണുത്ത വെള്ളത്തിൽ ഒഴിവെടുത്തിട്ട് സുജൂദിൽ കിടന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരയുന്നവനാവട്ടെ. 3 വിഭാഗം ആളുകൾ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ലാ യറാ വജ്ഹി, ആ 3 വിഭാഗം ആളുകളെ ഞാൻ മൈൻഡ് ചെയ്യൂലയെന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി തങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ പരാജയമാണല്ലോ. 3 വിഭാഗം ആളുകൾ, എത്ര നിസ്കരിക്കുന്നവരാവട്ടെ, നോമ്പ് നോക്കുന്നവരാവട്ടെ, എന്നെ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, പക്ഷെ 3 വിഭാഗം ആളുകൾ അവർ പരലോകത്തേക്ക് വരുമ്പോ ഞാൻ അവരെ മൈൻഡ് ചെയ്യില്ല, അവർ എന്റെ മുഖം കാണില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മുഖം കണ്ടിട്ടില്ലേ പിന്നെ പരാജയമല്ലേ? കാരണം ആ നബി തങ്ങൾ മാത്രമേ നാളെ പരലോകത്തിൽ നമുക്ക് രക്ഷയുള്ളൂ. ഒന്നാമത്തെ നബി തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് ഏതെങ്കിലും ഒരാളെ സ്വലാത്ത് ചെല്ലാതിരുന്നാൽ അവൻ നാളെ പരലോകത്ത് എന്റെ മുഖം കാണില്ലെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പറയുന്നത്, നബി തങ്ങളെ പേര് കേട്ട് സ്വലാത്ത് ഇട്ടിട്ടില്ലെങ്കിൽ പരലോകത്ത് വരുമ്പോൾ നബി തങ്ങളെ മൈൻഡ് ചെയ്യൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. രണ്ടാമത്തേത് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ. മാതാപിതാക്കളെ വെറുപ്പിച്ചവർ പരലോകത്തേക്ക് മാതാപിതാക്കളെ പൊരുത്തമില്ലാതെ കടന്നു വന്നോ. ലാ യറാ വജ്ഹി, അവരെന്റെ മുഖം കാണില്ലെന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുകയോ, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? എന്റെ സുന്നത്തിനെ ധിക്കാരത്തോടെ ഉപേക്ഷിക്കുന്നവരാണ്. നബി തങ്ങളെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്നവരെന്നല്ല പറഞ്ഞു, ധിക്കാരത്തോടെ ഉപേക്ഷിക്കുന്നവർ. സുന്നത്തെടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സുന്നത്തിനെ ധിക്കാരത്തോടെ, അതിനെ പുച്ഛിച്ചിട്ട് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര കുറെ താടിച്ചിട്ട്, എത്ര സുന്നത്ത്, എന്താ കുറെ തൊപ്പിച്ചിട്ട്, അങ്ങനെ നബി തങ്ങളെ സുന്നത്തിനെ ധിക്കാരത്തോടെ, ആ ഒരു വല്ലാത്ത അഹങ്കാരത്തിന്റെ ചിന്തയോടെ ഒഴിവാക്കുന്ന ആളുകളുണ്ടല്ലോ. ലാ യറാ വജ്ഹി, അവരെന്റെ മുഖം കാണില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നബി തങ്ങളെ സുന്നത്തിനെ അവസാനിപ്പിക്കാൻ, നബി തങ്ങളെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. ബഹുമാനപ്പെട്ട ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു